ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻസ് ഓഫ് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് എക്സ്ചേഞ്ചസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ആർ ഓർഗനൈസ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഫോംസ്: വോളണ്ടറി, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷൻസ്, എക്സാമ്പിൾ ബോംബെ, അഹമ്മദാബാദ് ആൻഡ് ഇൻഡോ; public limited companies such as Calcutta, Delhi and Bangalore stock exchanges; and company limited by guarantee, example Hyderabad and Madras stock exchanges. So these are the organizations of stock exchanges in India. And management. എന്താണ് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ മാനേജ്ഡ് ബൈ എ ഗവേണിംഗ് ബോഡി വിച്ച് കൺസിസ്റ്റ് ഓഫ് എ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇലക്റ്റഡ് ഡയറക്ടേഴ്സ്, പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഗവൺമെൻറ് നോമിനീസ്. ഇത്രയും ചേർന്നതാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് SCRA. SCRA എന്ന് വെച്ചാൽ റെഗുലേഷനാണ്. ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് SCRA. ഓക്കെ, സെക്യൂരിറ്റി Contract Regulation Act, that is SCRA, was passed in 1956 and it became an operation in February 1957. The main objective of the SCRA is to prevent malpractices in dealing of securities by regulating the purchase and sale of securities outside the boundaries of a stock exchange through the licensing of security dealings. And the act empowers the central government and most of these powers have been ഡെലിഗേറ്റഡ് ടു സെബി. അപ്പോൾ സെബി ആണ് ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള മാൽ പ്രാക്ടീസസിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ സെബി എന്ന് വെച്ചാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആൻഡ് സെബി ആണ് കൃത്യമായിട്ട്, സെബിക്ക് സെബിയുടേതായിട്ടുള്ള ഓർഡിനൻസ് ഉണ്ട്. ആൻഡ് ദ സെബി ഓർഡിനൻസ് ഹാസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് പവേഴ്സ്. അതായത് സെബിക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പീരിയോഡിക്കൽ റിട്ടേൺ ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് മേ കോൾ പീരിയോഡിക്കൽ റിട്ടേൺസ് കോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ പവർ ടു പ്രിസ്ക്രൈബ് ദ മെയിൻ്റെനൻസ് ഓഫ് സർട്ടൻ ഡോക്യുമെൻറ്റ്സ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ചില ഡോക്യുമെൻറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പവർ സെബിക്കുണ്ട്. ആൻഡ് സെബി മേ കോൾ അപ്പോൺ ദ എക്സ്ചേഞ്ച് ഓഫ് എനി മെമ്പർ ടു ഫർണിഷ് എക്സ്പ്ലനേഷൻ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ അഫെയർസ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇൻ മെമ്പേഴ്സ്. അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു എക്സ്പ്ലനേഷൻ സീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യാനുള്ള അധികാരം സെബിക്കുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ പവർ ടു അപ്രൂവ് ബൈ ലോസ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ കോൺട്രാക്ട്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡിഫറെൻറ്റ് കോൺട്രാക്റ്റുകൾ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള പവർ സെബിക്കുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ അമെൻഡ് ബൈ ലോസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അമെൻഡ് ചെയ്യാൻ വെച്ചാൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശമുണ്ട്. ആൻഡ് ഇൻ certain areas it can license the dealers in securities. സെക്യൂരിറ്റീസിൻ്റെ ഡീലേഴ്സിന് ലൈസൻസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ കമ്പൽ ദ പബ്ലിക് കമ്പനി ടു ലിസ്റ്റ് ഇറ്റ്സ് ഷെയർസ്. സോ ദീസ് ആർ ദ പവേഴ്സ് വിച്ച് ഹെൽഡ് ബൈ ദ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ എന്താണ് SCRA? എന്ന് വെച്ചാൽ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956ഉം അതുപോലെ സെബിയുടെ പവറും നല്ല രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട് ഇന്ത്യയിലെ. മേജറായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ വരുന്നതാണ് OTCI, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ബാക്കി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട് എങ്കിൽ കൂടിയും ഈ ഇത്രയും സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകളാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതിൽ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കാം. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875 ആസ് എ വോളണ്ടറി നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷൻ അറ്റ് മുംബൈ ആൻഡ് ഇറ്റ് ഈസ് ഏഷ്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇറ്റ്സ് എ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1875 ഒരു വോളണ്ടറി നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷൻ ആയിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് മുംബൈയിൽ. ആൻഡ് ഇറ്റ് ഈസ് ഏഷ്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ഏഷ്യയിൽ തന്നെയുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ BSE എന്നാണ് വിളിക്കുക. സോ
എങ്ങനെയാണ് ആ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർക്കിംഗ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങളിതിൽ പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് ബോൾട്ട് എന്ന് വെച്ചാൽ ബോംബെ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, ആൻഡ് ഹാസ് എനേബിൾഡ് ടു ഓപ്പൺ ദ ട്രേഡ് വർക്കിംഗ് സ്റ്റേഷൻസ് ഓൾ ഓവർ ദ കൺട്രി. ബോൾട്ട് അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കണം, ചോദിക്കാറുണ്ട്. ബോൾട്ട് ബോംബെ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. ക്ലിയർ അല്ലേ? അടുത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്ന് പറയും. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡെക്സിനെ നമ്മൾ സെൻസെക്സ് എന്നാണ് പറയുക കേട്ടോ. സെൻസെക്സ്, ബോംബെ BSEൻ്റെത് സെൻസെക്സ് എന്നാണ് പറയുക, അതിൻ്റെ ഇൻഡീസസ്. ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ NSE എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ നവംബർ 1992 വിത്ത് ആൻ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് 25 crore. ഓക്കെ, 25 കോടി ഇക്വിറ്റി ക്യാപിറ്റലാണ് അതിൻ്റെ ഒരു പെയ്ഡ് ക്യാപിറ്റലായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് NSE ഈസ് പ്രൊഫഷണലി മാനേജ്ഡ് നാഷണൽ മാർക്കറ്റ് ഫോർ ഷെയർസ്, പബ്ലിക് സെക്ടർ undertakings, bonds, debentures and government securities with all the necessary infrastructure and trading facilities. And NSE is an electronic screen-based system where members have equal access and equal opportunity of trade irrespective of their location. അതായത് മെമ്പേഴ്സ് ഏത് ഏരിയയിലാണ് ഉള്ളതെങ്കിലും ലൊക്കേഷൻ്റെ യാതൊരു തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഇതിൽ വരുന്നില്ല. ദേ ക്യാൻ ഈസിലി മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും NSE. ആൻഡ് അതിൻ്റെ ഒരു NSEൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡിങ് നാഷണൽ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ഇക്വിറ്റീസ്, debt instruments and ensure equal access to investors all over the country through an appropriate communication network, and provide fair, efficient and transparent securities market to investors using electronic trading system, enable shorter settlement cycles and book entry settlement system, attain current international standards of security market. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NSEൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. പിന്നെ NSEൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള രീതി അതേപോലെ തന്നെ വരുന്നതാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അത് ചെറിയ ക്യാപിറ്റലായിട്ട് വരുന്ന കമ്പനികൾക്ക് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് OTCI. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ October 1990 വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ് ഓഫ് സ്മോളർ കമ്പനീസ്, ആൻഡ് ദിസ് എക്സ്ചേഞ്ച് ഹാസ് ബീൻ ജോയിൻ്റ്ലി പ്രൊമോട്ടഡ് ബൈ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, Industrial Credit and Investment Corporation of India, ICICI, IDIB, SBI Capital Market, IFCI, GICN, Can Bank Financial Services Limited. ഓക്കെ, സോ OTCIയുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിംഗ്ലെസ് ആൻഡ് ഇലക്ട്രോണിക് നാഷണൽ എക്സ്ചേഞ്ച്. അത് നന്നായിട്ട് കേൾക്കുക. റിംഗ്ലെസ് ആൻഡ് ഇലക്ട്രോണിക് നാഷണൽ എക്സ്ചേഞ്ച്, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇത് എന്തിൻ്റെ ഫീച്ചറാണെന്ന്. അത് OTCIയുടെ ഫീച്ചറാണ്, റിംഗ്ലെസ് ആൻഡ് ഇലക്ട്രോണിക് നാഷണൽ എക്സ്ചേഞ്ച്. ആൻഡ് ഇറ്റ് കാറ്റേഴ്സ് ദ നീഡ് ഓഫ് ദ സ്മോൾ ബിസിനസ് വിച്ച് ഹാവ് സോ ഫാർ നോട്ട് മെറ്റ് ദ റിക്വയർമെൻറ്റ് ഫോർ ലിസ്റ്റിംഗ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ദിസ് എക്സ്ചേഞ്ച് ഹാസ് എ നേഷൻ വൈഡ് റീച്ച്, ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് companies with a paid up capital between 30 lakh to 25 crore can be enlisted here. And OTCI deals in equity shares, preference shares, bonds, debentures, warrants. The trading is by way of negotiated bidding, and the transaction take place through satellite communication, telephone lines. A company which is listed on any other recognized stock exchange in India will not simultaneously be eligible for listing on the OTCI. ആൻഡ് OTCIയുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസുകളുണ്ട്. പിന്നെ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യം സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ ആൻഡ് പ്ലേസിങ് ആൻ ഓർഡർ, മേക്കിംഗ് ദ കോൺട്രാക്ട് ആൻഡ് കോൺട്രാക്ട് നോട്ട്, സെറ്റിൽമെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഇത് കൂടാതെ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമുണ്ട്. ലണ്ടൻ, ജപ്പാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
ഒക്കെ നിങ്ങളൊരു ഫർദർ റീഡിങ്സിന് വേണ്ടിയിട്ട് വായിക്കാം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള സെക്കൻഡറി മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, കാര്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാം. വിഷ് യു ഓൾ ദ വെരി സക്സസ്. ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.